friends, welcome to my YouTube channel Glow with Paru. BSc Nursing and Paramedical കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കമൻറ്റിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ഇൻസ്റ്റയിൽ കുറച്ച് പേര് ചോദിച്ചു എന്താ ചേച്ചി കമൻറ്റിന് റിപ്ലൈ തരാത്ത. പക്ഷേ ആ കുട്ടികൾ ചോദിച്ച ഡൗട്ട്സിനെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ എൻ്റെ ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അധികം കയറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കമൻറ്റിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാഞ്ഞത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വോയിസ് ഒക്കെ അയച്ചിട്ടുള്ള കുട്ടികൾക്കെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മസ്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്കൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടി കോളേജിൽ ചേരാൻ പോയി. ആ കുട്ടി എന്നിട്ട് ആ കോളേജിൽ NOC സർട്ടിഫിക്കറ്റ് ചോദിച്ച ടൈമിൽ അവിടെ പറഞ്ഞു ഇത്രേ 4th അലോട്ട്മെൻറ്റ് ഉണ്ട്, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി, അപ്പോൾ NOC വേണ്ട എന്ന്. പക്ഷേ നമുക്ക് ലഭിച്ച വിവരങ്ങൾക്കനുസരിച്ച് ഇതുവരെ 4th അലോട്ട്മെൻറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 4th അലോട്ട്മെൻറ്റ് ഇല്ല. ഉള്ളത് സ്പോട്ടും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളുമാണ്. അത് വരുന്നതെന്ന് പറയുമ്പോൾ വേക്കൻസി വരുന്നതിനനുസരിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പം 2025 ഓഗസ്റ്റ് 16, അതായത് നാളെക്കുള്ളിൽ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാവുന്നതാണ്. 3ാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ഹാജരാക്കി 2025 ഓഗസ്റ്റ് 16 5 മണിക്കകം നിർദ്ദിഷ്ട ഫീസ് ഒടുക്കേണ്ടതാണ്. ഓൺലൈനായും ഫീസ് ഒടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഫീസ് ഒടുക്കിയ ശേഷം വെബ്സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം 2025 ഓഗസ്റ്റ് 20 അതാത് കോളേജിൽ അവസാന അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. നിങ്ങളിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നേരിട്ട് പോയി അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് നഷ്ടപ്പെടുകയും പിന്നീട് നിങ്ങൾക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടു, നമ്മുടെ 3rd അലോട്ട്മെൻറ്റ് വന്നു. ഓഗസ്റ്റ് 16 ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 20 നമ്മൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് മിസ്സാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിനായി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇനി എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് 3rd അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയത്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇനി എത്ര മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് സ്പോട്ടിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് എന്ന്. അപ്പം സ്റ്റേറ്റ് മെറിറ്റിൽ പറയാനാണെങ്കിൽ 277 ഇൻഡെക്സ് മാർക്ക്. അത് 10,896 ആയിരുന്നു ആ കുട്ടിയുടെ റാങ്ക്. ഈഴവ കാറ്റഗറി 276, മുസ്ലിം കാറ്റഗറി 277, KU കാറ്റഗറി 244, KN കാറ്റഗറി 256, SC കാറ്റഗറി 257, BH കാറ്റഗറി 273, BX കാറ്റഗറി 272, ST കാറ്റഗറി 205, LC കാറ്റഗറി 270, DV കാറ്റഗറി 255, VK കാറ്റഗറി 276. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു 277 വരെയൊക്കെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടെയൊക്കെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് കരുതി സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു 240 കുട്ടികൾക്ക് കിട്ടണമെന്നില്ല. അതിനുള്ള ചാൻസ് അല്ല പറയുന്നത്. ഇപ്പം കിട്ടിയത് 277 വരെയാണ്. ഒരു പക്ഷേ 274, 73, 75 നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരു ചാൻസ് ആണ്. ചിലപ്പോൾ കിട്ടാം. സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു നല്ലൊരു കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് നിങ്ങൾ ഇനിയിപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ LBSൻ്റെ വെബ്സൈറ്റിൽ കോളേജ് വേക്കൻസി വരുന്ന കോളേജസിൻ്റെ ലിസ്റ്റ് കാണും. അതിനനുസരിച്ച് നമുക്ക് കോളേജ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് എനിക്കറിയില്ല, ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് ഫീസ് കൊടുക്കണമെന്ന്. ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേക്കൻസി വരുന്ന കോളേജ് LBSൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നമ്മൾ ആ കോളേജസ് ആഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ കോളേജിൽ ചേർന്ന കുട്ടികൾക്കാണ് NOC സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഡൗട്ട് കമൻറ്റിൽ ചോദിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ബൈ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.